ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥവും ഇക്കാലമിവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മീ ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുട ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരം ഉര ചെയ്തിരു ദേവിയുടെ
ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ട് മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ പ്രാതാവിനുണ്ടായി വരാം. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിത് നൂനം കാഴ്ചണം പൊറുക്കെന്നു ഞാനും പലവുരു ചൊന്നാൻ. എന്നതു കേട്ടു ദേവി പിന്നെയും നുര ചെയ്താൾ എന്നോട് പലതരം. ഇന്നവയെല്ലാം ഇപ്പോൾ തിരുമുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ. പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷന്മാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ വല്ലഭേ സീതേ ഹാ മൈഥിലീനാഥേ ഹാ ജാനകി ദേവി ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്ന് പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയ ഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മാനുഷഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ
ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമെടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരാനീ. തൻവങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർക്കൊന്നാരോ ഭക്ഷിച്ചതോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനവൻ ഇവിടെ കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലകം തവ ഭക്തനായൊരു ദാസൻ. മിത്രമൈത്രയും തവദാതനു വിശേഷിച്ചും സ്നിഗ്ധമായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു. മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യാദൻ ഇന്ദിരാദേവിയോടും വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്ന കൃപയാകൃപാനിരേ, തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ട് തലോടിനാൻ അവനുടൽ. ദുഃഖാശ്രുപ്ലോത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനിന്റെ ശക്തി മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നീന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭഗവത് കൃപാപാത്രമായാലഹം. പുണ്യപുരുഷ പുരുഷോത്തമാദയാനിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാമനന്ദാത്മാ പരമാത്മാമായ മനുഷ്യരൂപി. സന്തമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായതു മൂലം ബന്ധവു മറ്റു മുക്തനായേ ഞാനിന്ന് നൂനം. ബന്ധുകാഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ. മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും. മഞ്ഞിടം തന്നിൽ വീണ നേരത്ത് രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാ പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി
സോദരനോട് ചൊന്നാൻ, കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്ത് കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദികളും ചെയ്ത് കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിരുന്നാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളെവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന സാദരം അരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരികതാ പത്മ മകുട പീതാംബരാംഗിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരായി പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. ചേതസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യ ഗുണമാദ്യം അവ്യയപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महिद कटाक्ष विक्षेपितामरसुजं रहितावधि सुखमिन्दिरा मनोहरं श्यामलं जडामगुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामम्. भुवनकमनीयरूपमीडितं ചതരവിപാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മൃഹം രാമം. ഭവകാനനദവദഘനനാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാകരം ഭഗവൽ സ്വരൂപിണം ഭവഭീവിരഹിതം മനുസേവിതം പരം ഭവസാഗര തരണാം ത്രിബോധകം നിത്യം ഭവനാശായനിശം പ്രണതോസ്മൃഹം രാമം. ഗീശഗിരി സുതാം ഹൃദയാംബുജാവാസം ഗിരിനായകതരം ഗിരിപക്ഷാദിസേവ്യം സുരസഞ്ജയധനുജേന്ദ്ര സേവിതം പാദം സുരവമണിനിഭം പ്രണതോസ്മൃഹം രാമം. പരധാരാർത്ഥ പരിവർത്തിതമനീഷിണാം പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മാനം പരലോകൈകനാഹിത നിരാത്മാനം സേവ്യം പരമാനന്ദം പ്രണതോസ്മൃഹം രാമം. സ്മൃതിഗോചരമസിതാംബുജകളേവരം സീതാപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മൃഹം രാമം. ജലപാത്രൗകസ്ഥിതിരവിമണ്ഡലം പോലെ
സകല ചരാചര ജന്തുക്കൾക്കുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മൃഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിദയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതം അവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മൃഹം രാമം. മന്മദശതകോടി സുന്ദരകളേവരം ജന്മനാശാദീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം അപ്യനാധാരം നിർമ്മലാത്മാരാമം പ്രണതോസ്മൃഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. ആസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നീടും മത്സാരോപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടെ ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ അവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലാതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജമധ്യസ്ഥന്മാരായിരു കുമാര നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാൽ അതുവരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ അരുൾ ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതുനേരം. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിലാരുമുണ്ടായില്ല ഇതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ത് നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം.
സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുമുണ്ട് മമ ഭാര്യയായി എനിക്കൊരു നാരി. പോയിരു ഞങ്ങൾ നായാട്ടിനതു നേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരുടോ വികൃതരൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറഞ്ഞെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലമാറ് കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനകം. രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിത് ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേൻ. അതിരുഷാ ശതകോടിയാൽ തലയറുത്തു ശതമുഖൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്ക് ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്ത്യമത്യസ്ഥമായാൽ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാരഘുനായകാദയാനിധി. വഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിലിന്ധനങ്ങളുമിട്ട് വീരിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്ഥിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം രാമദേവന് പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുര ചെയ്തു കൂപ്പി തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്തത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം
അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകം അന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമാത്മാനകമാകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യക്തരിക്തം. മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതിനൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷായാക്കേ ലോകം അജ്ഞാനമോഹവശാൽ. ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷനെ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് കുമാരാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാദാദേ ഗുൽബലം രസാതലവും തലാതലം ചാരുചാരുക്കളല്ലോ സുതലം രഘുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിമലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം. രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം. തുണ്ടമായതു ജനലോകമെന്നതിനൂനം. ശംഖദേശം തേ തപോൽപകം ഇങ്ങതിന്മീരെ പങ്കജയോജന പങ്കജയോ നിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽപദേ സത്താമാത്രകാമേഘജാലങ്ങൾ കോശങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്രമായതു വഹ്നിനേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായൊരു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ. കോപകാരണം അഹങ്കാരമായത് രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രങ്ങൾ യമനല്ലോ. നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി വാസന സൃഷ്ടിസ്ഥതാവാംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും വിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും. വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും. വൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം. പുഷ്ടമാമഹീപതേ കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു. സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാണും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം.
താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാവേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജന്വനം ജാനകീ സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭുതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടെ നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വമെങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യാ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്ഥിച്ച് ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പിൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും. ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാം മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും. അവൾ അവനീ സുത തന്നെ നിനക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സമ്പദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ട് പാദാർഘ്യസ്തനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും
അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യനായി വന്നേൻ അകമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട് വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത്. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ച അവർക്കളും. എന്നോട് ചൊന്നാർ അവരേതുമേ ദുഃഖിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചത് രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിവിടേക്ക് രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലായല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതെയാനിതേ. രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾക്കനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യായനങ്ങൾ ക്ഷേത്രോപവാസയോഗാദ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. മൽഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ. ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം, പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യേ വാസനമഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്ക എന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമേ. എട്ടാമത് മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവരോഗാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വ വിചാരം കേളൊമ്പതാമത് ഭദ്രേ. ചിത്തശുദ്ധിക്ക് മൂലം ആദിസാധനം നൂനം. ഉക്തമായിത് ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. ദിവ്യോനിജന്മങ്ങൾക്കെന്നാകിലും മൂഢരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധയാൽ മുക്തി വരും. തത്ര ജന്മനി മർത്യനുത്തമതബോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഖ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിതു തവ മുക്തിയും
അടുത്തിതു നിനക്ക് തപോധനെ. ജാനകീമാകം അറിഞ്ഞീടിൽ നീ പറയണം കേനവാ നീതാ സീത മൽപ്രിയ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലം അകലുമാറാതരാൽ ഉര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവലോകജ്ഞനെന്നാകിലും ലോകാനുസാരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠൻ തന്നെയെന്നറിഞ്ഞാലും കണ്ടിത് ദിവ്യദൃശ്യ. തണ്ടലർമകളെ ഞാൻ മുമ്പിലമ്മാറ് കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവരമൃശ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ഭാര്യയെ പേടിച്ച് സങ്കേതമായ അനുദിനം. ബാലയ്ക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാനവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ. ദുഃഖങ്ങളെല്ലാം തീർന്ന കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭഗവത്പാദ പങ്കജത്തോടും ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനെത്തത്രയുമേ. തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്വമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു സബരിക്കതു കാലം. ഭക്തവത്സരൻ പ്രസാദിക്കിൽ ഇന്നവർ എന്നിലെത്തിയിടും. മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക്. ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസ്യന്തജിച്ച് തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേരി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിന്ന് അരുളിനാൻ. ഇത്യത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം.